ഹരേ കൃഷ്ണ. നാരായണീയം ദശകം 14 ശ്ലോകം 10. വനമേയുഷി കർദമേ പ്രസന്നേ മദ സർവസമുപാദിശൻ ജനന്യേ കപിലാത്മക വായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഘാത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അല്ലയോ കപില മഹർഷിയുടെ രൂപം ധരിച്ച ഗുരുവായൂരപ്പ, കൃതാർത്ഥതയാൽ പ്രസന്നനായി തീർന്ന കർദമൻ വനത്തിലേക്ക് പോയതിൽ പിന്നെ മാതാവായ ദേവഹൂതിക്കായിക്കൊണ്ട് സാഖ്യമെന്ന സിദ്ധാന്തം സമസ്തമായി ഉപദേശിക്കുന്നവനായ അങ്ങ് രോഗസമൂഹത്തിൽ നിന്ന് എത്രയും വേഗത്തിൽ എന്നെ രക്ഷിക്കണമേ. തന്റെ 9 പുത്രിമാരെ 9 മഹർഷിമാർക്ക് വിവാഹം ചെയ്തു കൊടുത്ത ശേഷം കൃതകൃത്യനായ കർദമൻ വനത്തിലേക്ക് പോയി. കപില മഹർഷി മാതാവിന് സാഖ്യയോഗം സമഗ്രമായി ഉപദേശിക്കുകയും ചെയ്തു. തന്റെ എല്ലാ കൃത്യങ്ങളും പൂർത്തിയായ ശേഷം വാനപ്രസ്ഥത്തിലേക്ക് പോയി കർദമ മഹർഷി. അതിനുശേഷം തന്നെയായ മാതാവായ ദേവഹൂതിക്ക് കപില മഹർഷി സാഖ്യം ഉപദേശിക്കുന്നതാണ് അടുത്ത ദശകത്തില്. എല്ലാവർക്കും വളരെ 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 പ്രധാനപ്പെട്ടതാണ് അടുത്ത ദശകം, സാഖ്യയോഗം. എല്ലാവരും കാത്തിരിക്കുക, എല്ലാവരും കേൾക്കുക. ഈ 14-ാം ദശകവും ആ പൊന്നു ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കണു. എല്ലാവർക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.